നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ SCERT-യിൽ പുതിയ SCERT-യും പഴയ SCERT-യും പ്രീവിയസ് ക്വസ്റ്റ്യനും കൂട്ടിച്ചേർത്തുകൊണ്ട് സബ്ജക്റ്റ് വൈസ് ആയിട്ട് എന്ത് ചെയ്യുന്ന ക്ലാസ്സുകൾ പോവുകയാണ്. നമ്മൾ കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തു അല്ലേ. SCERT ഓൾഡും ചെയ്തു, പുതിയതും ചെയ്തു, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചു. കേരള ഹിസ്റ്ററി അവിടെ പഠിച്ചു മാറ്റി വെച്ചു. ഇനി നമ്മളിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പുതിയ SCERT ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതില് 9ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ലെസൺ ആണ് ഇപ്പൊ ക്ലാസ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ പകുതി ഭാഗത്തോളം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ആ ലെസന്റെ ബാക്കിയാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ലെസണിലെ ബാക്കിയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ പരമാവധി കൂട്ടുകാർക്കൊക്കെ നിങ്ങളുടെയൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും കൂട്ടുകാർ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും കിട്ടാതെ വരുമ്പോഴൊക്കെ നമുക്ക് ടെലിഗ്രാമിൽ അവിടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിടക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ സമയം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാതെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് അതിനെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ കമന്റുകൾ കൂടി പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഇനി ക്ലാസ്സുകൾ ഓണമൊക്കെ കഴിഞ്ഞു, അതിന്റെ ആ ഒരു ഹാങ് ഓവർ ഒക്കെ നമ്മൾ ഇനി തീർക്കണം. ഇനി അതിന്റെ ഹാങ് ഓവറിൽ ഇനി നിങ്ങൾ ഇരിക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ഇനിയൊക്കെ 2-3 ക്ലാസ്സുകളൊക്കെ വെച്ചിട്ട് ഇനി ഡെയിലി വരും. അതായത് സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഇവിടെ ഒന്ന് പോകും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വേറെ വഴിക്കും പോകും, കറണ്ട് അഫയേഴ്സ് ഒരു വഴിക്കും പോകും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസത്തിൽ നമ്മൾ എന്തൊക്കെ ടോപ്പിക്കുകളാണ് ചർച്ച ചെയ്തിട്ട് പോയത് അല്ലേ. ഒരു SCERT പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ടോപ്പിക്കുകൾ അതിൽ കവർ ചെയ്തിട്ട് പോവുകയും ചെയ്യും. മാർക്കുകൾ നമുക്ക് നഷ്ടമാകില്ല. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ലെസണിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്, ഇന്ത്യൻ ഫെഡറലിസം പഠിച്ചു അല്ലേ. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ലക്ഷ്യപ്രമേയം പഠിച്ചു. എന്താണ് ലക്ഷ്യപ്രമേയം പഠിച്ചു. രണ്ടാമത് നമ്മൾ എന്ത് പഠിച്ചു, ആമുഖത്തെ കുറിച്ചിട്ട് വിശദമായിട്ട് ആമുഖത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കി. പിന്നെ നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് തന്നെ പഠിച്ചു അല്ലെ. ഭരണഘടന സവിശേഷതകളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി. ആ ലെസണിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഫെഡറലിസത്തെ കുറിച്ചിട്ട് നമ്മൾ ഒരു ലെസണിലും എവിടെയും പഠിക്കാത്ത കാര്യങ്ങളടക്കം നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായിട്ട് അനാലിസിസ് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെ. ഇന്ത്യൻ ഫെഡറലിസത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു വെച്ചു. അതുപോലെ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ നമ്മുടെ ലിസ്റ്റുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. ലിസ്റ്റുകൾ എന്താണ്, അധികാര വിഭജനം അല്ലെ, ഡിവിഷൻ ഓഫ് പവേഴ്സ് പഠിച്ചു. 7ാമത്തെ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന അധികാര വിഭജനങ്ങളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ എന്താണ്, അധികാരം വേർതിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എങ്ങനെ, നിയമനിർമ്മാണ സഭകളായിട്ടും കാര്യനിർവഹണ വിഭാഗമായിട്ടും നീതിന്യായ വിഭാഗം അല്ലെ. ആ മൂന്നും കൂടിയിട്ട് അധികാരം വേർതിരിച്ചിട്ടുണ്ട് അല്ലെ. ഒന്ന് നമ്മൾ എന്താ പഠിച്ചത്, നിയമ നിർമ്മാണ സഭയെ കുറിച്ചിട്ട് അല്ലെ. ഫസ്റ്റ് 3 അല്ലെ. ഒന്ന് നിയമ നിർമ്മാണ സഭ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുതിയതായിട്ട് കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്നും എളുപ്പത്തിൽ ആ ഒരു കാര്യം എന്ത് പഠിച്ചു ഏത് പഠിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എക്സ്പ്ലനേഷൻ ചെയ്യുന്നത്. നിയമനിർമ്മാണ സഭയെ കുറിച്ച്, അതേപോലെ കാര്യനിർവഹണ വിഭാഗം അല്ലെ. 3 കാര്യങ്ങളാണ് അല്ലെ. കാര്യനിർവഹണ വിഭാഗം, പിന്നെന്താണ്, നീതിന്യായ വിഭാഗം അല്ലെ. അങ്ങനെ ഈ 3 ഇതിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അധികാരം വേർതിരിച്ചിരിക്കുന്നത് അല്ലെ, നീതിന്യായ വിഭാഗം. അപ്പൊ ഈ 3 എന്താണ്, ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗത്തോടും നീതിന്യായ വിഭാഗത്തോടും ബന്ധപ്പെട്ടിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ കാര്യനിർവഹണ വിഭാഗം ഇതിനോടും അതേപോലെ നീതിന്യായ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തോടും നിയമനിർമ്മാണ സഭയോടും ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിയമനിർമ്മാണ സഭകളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പഠിച്ചു. നിയമനിർമ്മാണ സഭ എന്താണ്, പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട, നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് ആരാ, പാർലമെന്റ് ആണ് അല്ലെ. നിയമം നിർമ്മിക്കുന്നത് പാർലമെന്റ് ആണ്. അപ്പൊ പാർലമെന്റുമായി ബന്ധപ്പെട്ട പാർലമെന്റ് എന്താണ്, പാർലമെന്റിന്റെ സവിശേഷതകൾ എന്താണ്. പാർലമെന്റ് എന്ന് പറയുന്നത് ലോകസഭയും രാജ്യസഭയും ഒക്കെ ചേർന്നതാണ് അല്ലെ. അപ്പൊ നമ്മൾ ലോകസഭയെ കുറിച്ചിട്ട് വ്യക്തമായി പഠിച്ചു, രാജ്യസഭയെ കുറിച്ചിട്ട് വ്യക്തമായി പഠിച്ചു. ഈ നിയമനിർമ്മാണ സഭ ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അല്ലെ. പിന്നെ ഒരു ബില്ല്, നിയമം നിർമ്മിക്കുന്ന സമയത്ത് ബില്ലുകൾ അവതരിപ്പിക്കണം. ആ ബില്ലുകളുടെ 1ാം ഘട്ടവും 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി വെച്ചു. അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നത്, ഭരണഘടന ഭേദഗതിയെ കുറിച്ചിട്ട് അല്ലെ. ഭരണഘടന ഭേദഗതിയെ കുറിച്ചിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കും. അതുപോലെ എങ്ങനെയൊക്കെയാണ് ഭേദഗതി ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഭരണഘടന ഭേദഗതിയെ കുറിച്ചിട്ടും
എങ്ങനെയാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. ഇനി നമ്മൾ ഈ രണ്ടാമത്തെ ഘട്ടമായ കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കും. എന്താണ് നീതിന്യായ വിഭാഗം? ഈ 3 കാര്യങ്ങളും മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ ഈ ലെസൺ എന്ത് ചെയ്യും, ഇന്നത്തോടെ ഇവിടെ കംപ്ലീറ്റ് ആകുകയും ചെയ്യും. നമുക്കെങ്കിൽ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഭരണഘടനാ ഭേദഗതി നമുക്ക് നോക്കാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കുക കേട്ടോ. 61-ാം ഭേദഗതി, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് 61-ാം ഭേദഗതിയിൽ എന്താണ് പറഞ്ഞത്? 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടവകാശം എന്നത് കൊണ്ടുവന്നത് ഏത് ഭേദഗതിയിലാണ്? 61-ാം ഭേദഗതിയിലാണ്. ഒന്നാമത്തെ പോയിന്റ് പഠിച്ചോ കേട്ടോ, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 86-ാം ഭേദഗതി, ഓക്കെ ഇവിടെ ഭേദഗതി എന്നാണ്. 86-ാം ഭേദഗതി വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി. മനസ്സിലായി? 2 ഭേദഗതിയും പഠിച്ചു വെക്കണം. 61-ാം ഭേദഗതി 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടവകാശം ലഭിക്കുന്നുവെങ്കിൽ 86-ാം ഭേദഗതിയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത്. 101-ാം ഭേദഗതിയാണ് GST കൗൺസിലിനെ കുറിച്ചിട്ട് GST കുറിച്ചിട്ട് പറയുന്നത്. എന്താണ് GST? ചരക്ക് സേവന നികുതി അല്ലേ, ഗുഡ്സ് സർവീസ് ടാക്സ് അല്ലേ, ചരക്ക് സേവന നികുതി GST 101-ാം ഭേദഗതി. ഇനി ഈ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ് ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം? പാർലമെന്റിന് മാത്രമാണ് കേട്ടോ. പാർലമെന്റ് എന്നാണ് കേട്ടോ. അതോടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. അപ്പൊ ഭരണഘടനാ ഭേദഗതി, എന്തിനാ ഈ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്? എന്താണ് ഈ ഭരണഘടനാ ഭേദഗതി? നമ്മുടെ ഭരണഘടനയില് തിരുത്തലുകളോ ഒഴിവാക്കലോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളോ ഒക്കെ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ ഭരണഘടനയില് ഒന്നുമില്ലെങ്കിൽ തിരുത്തല്, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക, ഇതിനെയൊക്കെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ എങ്ങനെയൊക്കെയാണ് ഭരണഘടന ഭേദഗതി ചെയ്യുക? എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നുമില്ലെങ്കിൽ സാമൂഹികമായ ആവശ്യങ്ങളെ മുൻനിർത്തിയിട്ട് അല്ലെ, അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യങ്ങളെ മുൻനിർത്തിയിട്ട് പരിഗണിച്ചിട്ടാണ് കാലാനുസൃതമായിട്ട് എന്ത് ചെയ്യുന്നത്? ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഈ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നത്. അപ്പോ ഇതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. ഏത് അനുച്ഛേദ പ്രകാരമാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത്? അനുച്ഛേദം 368 ആണ് കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ എല്ലാ കാര്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റ് ഭരണഘടനയിൽ ഭേദഗതി ചെയ്യുന്നത്. ഇനി ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് നിയമമാകണമെങ്കിൽ എന്താണ്? ഇരുസഭകളുടെയും അംഗീകാരം ആവശ്യമാണ് അല്ലെ. ഇരുസഭകൾ എന്ന് പറയുമ്പോൾ ആരാണ്? ലോകസഭയും രാജ്യസഭയും കേട്ടോ. ലോകസഭയുടെ ഒരു സഭ മാത്രം അംഗീകരിച്ചാൽ ഭരണഘടനാ ഭേദഗതി അവിടെ നിയമമാകില്ല. ഇരുസഭകളുടെയും അംഗീകാരം ആവശ്യമാണ്, ലോകസഭയുടെയും രാജ്യസഭയുടെയും. ഇനിയിപ്പോ ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇപ്പോ ഏതെങ്കിലും ഒരു ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിനുമേൽ ഭേദഗതി ചെയ്യണമെന്ന് വിചാരിക്കുക. പാർലമെന്റ് തീരുമാനിക്കുകയാണ്. നോക്കിയിട്ടേ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. പാർലമെന്റ് തീരുമാനിക്കുകയാണ് നമുക്ക് ഈ നിയമത്തിനെ ഒന്ന് മാറ്റി എഴുതണം എന്ന് തീരുമാനിക്കാൻ പാർലമെന്റിന് അത് ചെയ്താൽ മതി. ഒരിക്കലും പാർലമെന്റിന് എന്ത് ആവശ്യമില്ല? രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയൊന്നും ആവശ്യമില്ല. രാഷ്ട്രപതിയോട് ചോദിച്ച് രാഷ്ട്രപതിയുടെ മുന്നിൽ ഈ ബില്ല് ഇത് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം അവിടെ നിന്ന് ഉന്നയിക്കേണ്ട ഒരു ആവശ്യം ആർക്കില്ല? പാർലമെന്റിന് ആവശ്യമില്ല. പാർലമെന്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് കൊടുത്താൽ മതി? അത് നിയമമാകാൻ രാഷ്ട്രപതിയുടെ മുന്നിൽ അത് ലാസ്റ്റ് സമർപ്പിച്ചാൽ മാത്രം മതി കേട്ടോ. ഒരിക്കലും അതിന്റെ മുന്നേ ആരുടെ മുന്നിൽ അനുമതി ആവശ്യമില്ല? രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. പക്ഷേ ഇരു സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ഇരു സഭകൾക്കുമിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. വെരി ഇമ്പോർട്ടന്റ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോ ഒരു ഭരണഘടനാ ഭേദഗതി ചെയ്തു, ലോകസഭ പാസാക്കി, ഓക്കെ അംഗീകരിച്ചു. പക്ഷെ രാജ്യസഭ അംഗീകരിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? പാർലമെന്റിന് ഈ രണ്ട് സഭകളെയും ഒന്നിച്ച് വിളിച്ചു ചേർത്തിട്ട് സംയുക്തം അല്ലെ, രണ്ടുപേരെയും രണ്ട് സഭകളെയും ഒന്നിച്ചു ചേർത്തിട്ട് സമ്മേളനം നടത്താൻ പറ്റില്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഇരു സഭകൾക്കും ഇടയിൽ തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദ്യങ്ങൾ വന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒരിക്കലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സഭ ഒരിക്കൽ മാത്രമാണ്. ഏതാണ്? സ്ത്രീധന നിരോധന നിയമം 1961 അതുമായി ബന്ധപ്പെട്ട് അതാണെന്ന് തോന്നുന്നുണ്ട്, എൻ്റെ ഒരു ഓർമ്മയിൽ പറയാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് മാത്രമാണ് ഇതേപോലെ ഭേദഗതി ചെയ്യുന്ന സമയത്ത് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് കേട്ടോ. അത് സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
ഓക്കെ, ഭേദഗതി നിയമം വിരുദ്ധമാണ് എന്ന് കണ്ടാൽ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. അതായത് ഇപ്പോൾ ഒരു നിയമത്തിന്മേൽ പാർലമെന്റ് ഭേദഗതി വരുത്തി, അതിൽ എന്താണ്, പക്ഷെ ആ ഭേദഗതി നിയമം ശരിയല്ല എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാം, അത് നിർത്തലാക്കാൻ. ഓക്കെ, ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ ചിലപ്പോൾ ഒരു വാക്കിൽ മിസ്റ്റേക്ക് വരാം, അല്ലെങ്കിൽ അതിന്റെ അർത്ഥത്തിൽ മിസ്റ്റേക്ക് വരാം, അല്ലെ, അങ്ങനെ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കിയല്ലോ. 61-ാം ഭേദഗതി എന്താണ്? ഭരണഘടനാ ഭേദഗതി എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്താണ്? ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഒക്കെ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അനുച്ഛേദം 368 പ്രകാരമാണ് ഇന്ത്യൻ പാർലമെന്റിനാണ് ഭേദഗതി ചെയ്യാനുള്ള അധികാരം. അതേപോലെ ഈ ഭേദഗതി ചെയ്യാനുള്ള ബില്ലിന് ആദ്യം തന്നെ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയൊന്നും ആവശ്യമില്ല. പക്ഷേ ഇരു സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ഇരു സഭകൾക്കിടയിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമങ്ങൾ ഇല്ല. ഭേദഗതി നിയമം വിരുദ്ധമാണ് എന്ന് കണ്ടാൽ അത് ക്യാൻസൽ ചെയ്യാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. 61-ാം ഭേദഗതിയിൽ എന്താണ്? 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടവകാശം. 86-ാം ഭേദഗതി വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത്. 101-ാം ഭേദഗതി GST കുറിച്ചിട്ടാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് വന്ന് നോക്കാം. ഇനി ഭേദഗതി രീതികളാണ്. ഒന്ന്, അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി. അയവുള്ള ഭേദഗതി എന്ന് പറയുമ്പോൾ കേവലമായ ഭൂരിപക്ഷം മാത്രം മതി. അതായത് 1/3 ഭൂരിപക്ഷത്തോടു കൂടി മാത്രം എന്ത് ചെയ്യാം, കേവല ഭൂരിപക്ഷം പാസ്സാക്കാൻ വിടാം. പക്ഷെ ദൃഢമായും അതിദൃഢമായതും ഒക്കെ എന്ന് പറയുമ്പോൾ 2/3 ഭൂരിപക്ഷം, അതായത് പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് പാസ്സാക്കേണ്ടതായിട്ടുള്ള ഭേദഗതികളാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് ഏതാണ്ടോ കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ ഭേദഗതി ചെയ്യാവുന്നതാണ്. ഇതവിടെ നോക്കിക്കേ, സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകള്, പൗരത്വം തുടങ്ങിയവയൊക്കെ അയവുള്ളതായ ഭേദഗതിക്കാണ്. ഇനി എന്താ ദൃഢമായ ഭേദഗതി? ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്ന സമയത്ത് 2/3 ആണ് കേട്ടോ. കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 1/3 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എന്തൊക്കെയാണ്? മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങളിലൊക്കെ ഭേദഗതി വരുത്താൻ എന്താണ്? അത് ദൃഢമായ ഭേദഗതിയാണ്. പ്രത്യേക ഭൂരിപക്ഷം വേണം ഇരുസഭകളുടെയും ട്ടോ. ഇനി അതിദൃഢം, അതിനേക്കാൾ ഒന്നും കൂടി കാഠിന്യമാണ്, അല്ലേ? അപ്പൊ ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. അവിടെ ഒരു പോയിന്റ് നന്നായി ശ്രദ്ധിക്കണേ. പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. ലിസ്റ്റുകളിലുണ്ടല്ലോ, ലിസ്റ്റുകളില് അപ്പൊ കേന്ദ്രത്തിന് അധികാരം വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്, സംസ്ഥാനങ്ങൾക്ക് അധികാരം വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലേ? നമ്മൾ 7-ാം പട്ടികയിൽ ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ എന്താണ്? അതിദൃഢമായ ഭേദഗതിയാണ്. അതുപോലെ ജനപ്രാതിനിധ്യ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? 1950-ലെയും 51-ലെയും ജനപ്രാതിനിധ്യ നിയമം ഒക്കെ എന്താണ്? അതിദൃഢമായ ഭേദഗതിയാണ്. ഇനി നമുക്ക് അങ്ങനെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചിട്ട് അവിടെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി കാര്യനിർവഹണ വിഭാഗം, നമ്മൾ നിയമനിർമ്മാണ സഭകളെ കുറിച്ച് പഠിച്ചു, അല്ലെ? ഇനി രണ്ടാമത്തെ വിഭാഗമായ കാര്യനിർവഹണ വിഭാഗത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭ, അതായത് കേന്ദ്ര മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. അധികാരം രാഷ്ട്രപതിയിലാണ് എങ്കിലും നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. ഒക്കെയാണോടാ? അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ്, കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് എങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് ആ പോയിന്റ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോ. നിർവഹിക്കപ്പെടുന്നത് എന്താണ്? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള എന്താണ്? മന്ത്രിസഭയിലാണ് നിർവഹിക്കപ്പെടുന്നത് എന്നാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. ഇനി കാര്യനിർവഹണ വിഭാഗത്തെ തരംതിരിച്ചിരിക്കുന്നത് നോക്കൂ. രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഉണ്ട്, സ്ഥിരം എക്സിക്യൂട്ടീവ് ഉണ്ട്, നാമമാത്ര എക്സിക്യൂട്ടീവ് ഉണ്ട്, യഥാർത്ഥ എക്സിക്യൂട്ടീവ്. ഈ ബോക്സിൽ നിന്ന് ചോദിക്കും, താഴെ തന്നിട്ടുള്ളവയിൽ യഥാർത്ഥ എക്സിക്യൂട്ടീവിൽ വരുന്നത് ഏത് എന്ന് ചോദിച്ചിട്ട് ഈ ഓപ്ഷനുകളൊക്കെ തരും. ശ്രദ്ധിക്കണേ. റാങ്ക് മേക്കിംഗ് ആയിരിക്കും. കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ വരുന്നത് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ. രാഷ്ട്രപതി,
പ്രധാനമന്ത്രി, മന്ത്രിമാർ. ഓക്കെയാണോ? ഇനി സ്ഥിരം എക്സിക്യൂട്ടീവിൽ ആരാ? സ്ഥിരമാണ് അല്ലെ? ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഫുള്ളും സ്ഥിരം എക്സിക്യൂട്ടീവ് ആണ്. ഇനി നിങ്ങൾ നാളെ ഓരോരുത്തരും എന്താണ്? സ്ഥിര എക്സിക്യൂട്ടീവുകളാണ്. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സ് ക്ലാസ് കാണുന്ന ഓരോ കൂട്ടുകാരും നാളെ എന്താണ്? സ്ഥിരം എക്സിക്യൂട്ടീവുകളാണ്. മനസ്സിലായോ? അപ്പൊ ഉദ്യോഗസ്ഥ വൃന്ദം അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സർവീസ് അല്ലെ, IAS, IPS, IFS, കേന്ദ്ര സർവീസ് അല്ലെ, അതേപോലെ സംസ്ഥാന സർവീസ്. ഓക്കെയാണോ? നാളെ നമ്മുടെ സജന സലീൽ എന്താണ്? നാളെ നമ്മുടെ സജന സലീൽ എന്താ? കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് അല്ലെ, അല്ലെങ്കിൽ ബിവറേജ് LD, അല്ലെങ്കിൽ VFA. നാളെ ഒരു സീറ്റാണ് അവർക്ക് അല്ലേ? നമ്മുടെ രോഹിണിക്ക് അല്ലേ? ആണ് അല്ലേ? നമ്മുടെ രേബന്തിന് അല്ലേ? നാളെ ഇവരൊക്കെ ആരാ? സ്ഥിരം എക്സിക്യൂട്ടീവ്സ് ആണ്. ഓക്കെ. അമൃത അല്ലേ? നാളെ അമൃത ആരാ? ബെവ്കോ LD ആണ് അല്ലേ? അപ്പൊ ഇവരൊക്കെ എന്താണ്? സ്ഥിരം എക്സിക്യൂട്ടീവ് ആണ്. ഇനി എന്താ നാമമാത്ര എക്സിക്യൂട്ടീവ്? രാഷ്ട്രപതിയാണ്. നാമമാത്ര എക്സിക്യൂട്ടീവ് ആരാ? രാഷ്ട്രപതിയാണ്. യഥാർത്ഥ എക്സിക്യൂട്ടീവ് ആരാ? പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ്. ഓക്കെ. അപ്പൊ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ആരാണ്? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാരാണ്. സ്ഥിരം എക്സിക്യൂട്ടീവ് ആരാ? ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ് അല്ലേ? ആരൊക്കെയാണ്? അഖിലേന്ത്യാ സർവീസ് അല്ലെ, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. നാമമാത്ര എക്സിക്യൂട്ടീവ് ആരാ? രാഷ്ട്രപതിയാണ്. യഥാർത്ഥ എക്സിക്യൂട്ടീവ് ആരാ? പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ്. ഇനി നമുക്ക് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗമായ ആരാ? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ ഇപ്പൊ നമ്മൾ ആരൊക്കെയാ പഠിച്ചത്? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ അല്ലെ. എങ്കിൽ നോക്കാം, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് ആര്? രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. നമ്മൾ അവിടെ രാഷ്ട്രപതി എന്ന് പറഞ്ഞു. രാഷ്ട്രപതിയുടെ കൂടെ ആരും ഉണ്ടാകാം? ഉപരാഷ്ട്രപതിയും ഉണ്ടാകാം. പ്രധാനമന്ത്രി. ഓക്കെ. ഇനി മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയും മന്ത്രിമാർ അടങ്ങുന്നതാണല്ലോ മന്ത്രിസഭ എന്ന് പറയുന്നത്. അപ്പൊ മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ്. തലവൻ എപ്പോഴും രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എപ്പോഴും വെരി ഇമ്പോർട്ടന്റ് രാഷ്ട്രപതിയാണ്. അടുത്ത എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആര്? പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി. ഓപ്ഷൻ ആരാ? രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രി, മന്ത്രിസഭ നൽകുന്ന ഉപദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ രാഷ്ട്രപതി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. തലവൻ രാഷ്ട്രപതി ആണ് എങ്കിലും പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഒക്കെ നൽകുന്ന ഉപദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. രാഷ്ട്രപതിക്ക് വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യവും ഉണ്ട്. മനസ്സിലായി? അങ്ങനെ രാഷ്ട്രപതിയെ പൂർണ്ണമായി തള്ളാൻ പറ്റില്ല. വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യമുണ്ട്. എപ്പോഴൊക്കെയാണ് ഈ രാഷ്ട്രപതി വിവേചനാധികാരം ഉപയോഗിക്കുന്നത്? ഒരു ബില്ല് അല്ലെ പാർലമെന്റ് പാസ്സാക്കി ബില്ല് ഒപ്പിടണമെങ്കിൽ രാഷ്ട്രപതി ഒപ്പിട്ടാലേ ബില്ല് നിയമമാകുകയുള്ളൂ. രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? അത് രാഷ്ട്രപതിയുടെ പോക്കറ്റ് ഇട്ടിട്ട് സൂക്ഷിക്കാം അല്ലെ. എന്ത് ചെയ്യാം? അത് രാഷ്ട്രപതി പോക്കറ്റ് വീറ്റോ വിവേചനാധികാരമാണ്. അല്ലെങ്കിൽ രാഷ്ട്രപതി അവിടെ തടഞ്ഞു വെക്കും, ബില്ല് തടഞ്ഞു വെക്കും. അദ്ദേഹത്തിന്റെ സമയത്തിന് ഒപ്പിടും അല്ലെ. അതും എന്താ? വിവേചനാധികാരമാണ്. മനസ്സിലായോ? അപ്പൊ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പിന്നെ ആരാ? PM, പ്രധാനമന്ത്രി, പിന്നെ ആരാ? മന്ത്രിസഭ, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ്. തലവൻ രാഷ്ട്രപതിയാണ് എങ്കിലും പ്രധാനമന്ത്രി, മന്ത്രിസഭയിൽ നൽകുന്ന ഉപദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കേണ്ടത്. പക്ഷേ രാഷ്ട്രപതിക്ക് വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യവും ഉണ്ട്. ഇനി നമുക്ക് രാഷ്ട്രപതിയെ കുറിച്ചിട്ട് വ്യക്തമായി പഠിക്കാം. കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. ഓക്കെ. കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. 35 വയസ്സ് പൂർത്തിയായാൽ രാഷ്ട്രപതി മത്സരിക്കാൻ യോഗ്യതയുണ്ട്. തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്? എങ്ങനെയാണ്? പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ്. ഒന്ന് ശ്രദ്ധിക്കണം, ഇലക്ട്രൽ കോളേജ്. എങ്ങനെയാ മക്കളെ? നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ എങ്ങനെ തെരഞ്ഞെടുത്തു? എങ്ങനെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു? പാർലമെന്റിന്റെ ഇരുസഭകളിലെയും ലോകസഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അവിടെ ആർക്ക് വേണം? അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ് ആണ് നമ്മുടെ ദ്രൗപദി മുർമുവിനെ തെരഞ്ഞെടുത്തത്. എത്രയാ രാഷ്ട്രപതിയുടെ കാലാവധി? 5 വർഷമാണ്. ഇനി നമുക്ക് രാഷ്ട്രപതിയുടെ ചുമതലകൾ ഓരോന്ന് പഠിക്കുക, വ്യക്തമായിട്ട് പഠിക്കുക. രാഷ്ട്രപതിയുടെ ചുമതലകൾ ഒന്ന് നോക്കാം. പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈനാധിപനായി പ്രവർത്തിക്കുക. രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്ക്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ചുമതലകൾ നിർവഹിക്കുന്നത്. മനസ്സിലായോ?
അപ്പൊ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ രാഷ്ട്രപതി. 35 വയസ്സ് പൂർത്തിയായാൽ രാഷ്ട്രപതി മത്സരത്തിലെ യോഗ്യതയുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും ലോകസഭയുടെയും രാജ്യസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെയും തെരഞ്ഞെടുക്കപ്പെടുത്ത അംഗങ്ങൾ ചേർന്ന ഒരു ഇലക്ട്രൽ കോളേജ്. കാലാവധി 5 വർഷം. ചുമതലകൾ പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുക. ആർക്കാണ് രാജി സമർപ്പിക്കേണ്ടത്? ഉപരാഷ്ട്രപതിക്കാണ്. ഇനി രാഷ്ട്രപതി കുറച്ചു കാലം ലീവാണ് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം, രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഇനി പ്രധാനമന്ത്രി നമുക്ക് നോക്കാം അല്ലെ. നമ്മുടെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവന്മാരായ രാഷ്ട്രപതി, അതുപോലെ പ്രധാനമന്ത്രി, മന്ത്രിമാർ, ഇവരെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. രാഷ്ട്രപതി നോക്കാം. രാഷ്ട്രപതി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പ്രധാനമന്ത്രിയെ കുറിച്ച് നോക്കാം. രാജ്യത്തിന്റെ ഭരണത്തലവൻ മന്ത്രിസഭ രൂപീകരിക്കുന്നത്. രാജ്യത്തിന്റെ ഭരണത്തലവനാണ് ആര്? പ്രധാനമന്ത്രി ഇല്ലേ. അതേപോലെ ഈ മന്ത്രിസഭ രൂപീകരിക്കുന്നത് എന്താ? ഈ മന്ത്രിസഭ രൂപീകരിക്കാൻ പറയുമ്പോ ലോകസഭയിൽ അല്ലെ, ഇവിടെയാണ് ലോകസഭ, രാജ്യസഭയിലാട്ടെ, ലോകസഭയാണ്. ലോകസഭയില് ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ് ആര്? പ്രധാനമന്ത്രി. മനസ്സിലാകുന്നുണ്ടോ? രാജ്യത്തിന്റെ ഭരണത്തലവൻ എന്ന് പറഞ്ഞു. അതേപോലെ ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ് മന്ത്രിസഭ. ഓക്കെ, അതേ നേതാവാണ് ആര്? പ്രധാനമന്ത്രി. മന്ത്രിസഭ രൂപീകരിക്കുന്നതും അതേപോലെ മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിയമിക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭ രൂപീകരിക്കുക, അതുപോലെ ക്യാബിനറ്റിലെ അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ഒക്കെ ആരാണ്? പ്രധാനമന്ത്രിയാണ്. രാജ്യത്തിന്റെ ഭരണത്തലവനാണ് പ്രധാനമന്ത്രി. മനസ്സിലായോ? രാജ്യത്തിന്റെ ഭരണത്തലവനാണ്. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും നേതാവാണ് ആര്? പ്രധാനമന്ത്രി. മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെയൊക്കെ നിശ്ചയിക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതുപോലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും, ഇപ്പോ ഒരു ഗതാഗത വകുപ്പ് മന്ത്രി ഒരു സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞ് തോന്നുകയാണ്, അല്ല ഈ വകുപ്പ് ഈ ഒരു കൈകാര്യം ചെയ്താൽ ശരിയാകില്ല, വേറെ ആൾക്ക് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനും ഒക്കെ അധികാരം ആർക്ക് തന്നെയാണ്? പ്രധാനമന്ത്രിക്ക് തന്നെയാണ്. രാഷ്ട്രപതി മന്ത്രിസഭ പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ്. രാഷ്ട്രപതിയെയും അതുപോലെ മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണി ആരാ? പ്രധാനമന്ത്രിയാണ്. 5 വർഷ കാലാവധിയാണ് പ്രധാനമന്ത്രിയുടേത് അല്ലെ. ഈ 5 വർഷ കാലാവധിക്ക് മുമ്പായിട്ട് ലോകസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. 5 വർഷ കാലാവധിക്ക് മുമ്പായിട്ട് ലോകസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. രാഷ്ട്രപതിയെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ. തലവൻ ആരാ? പ്രധാനമന്ത്രിയാണ്. അപ്പൊ രാജ്യത്തിന്റെ ഭരണത്തലവനാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ്. മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനും ഒക്കെ അധികാരം പിഎമ്മിനാണ്. അതേപോലെ രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്നതും 5 വർഷ കാലാവധിയാണ് പ്രധാനമന്ത്രിയുടേത്. 5 വർഷ കാലാവധിക്ക് മുമ്പായിട്ട് ലോകസഭയിൽ എന്തെങ്കിലും ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാജിവെച്ചിട്ട് പദവി ഒഴിയണം. രാഷ്ട്രപതിയെ ഭരണനിർവഹണത്തിൽ സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ. അതിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. ഇനി ഇവിടെ ഇതൊന്ന് ഫില്ല് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് എനിക്ക് താഴെ കമന്റ് ചെയ്യണം. മനസ്സിലായോ? ഞാൻ പറഞ്ഞു തരില്ല കേട്ടോ. ഇതെല്ലാം നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങളാണ്. മനസ്സിലായോ? കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. ശരിയാണോ അല്ലയോ? അപ്പൊ ഇത് 1 2 3 4 5 6 7 ഓക്കെ, 7 എണ്ണം ഉണ്ട്. അപ്പൊ 1 ആൻസർ ഇന്നത്, 2 ആൻസർ ഇന്നത് കൊണ്ട് താഴെ ടൈപ്പ് ചെയ്യണം കേട്ടോ. രാഷ്ട്രപതിക്ക് വിവേചന അധികാരമുണ്ട്. യെസ് ഓർ നോ? മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ്. യെസ് ഓർ നോ? പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപൻ പ്രധാനമന്ത്രിയാണ്. ഗവർണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യും. പഠിച്ചിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് മന്ത്രിസഭയെ കുറിച്ച് നോക്കാം കേട്ടോ. അപ്പൊ നമ്മള് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനായ പ്രസിഡന്റിനെ കുറിച്ച് പഠിച്ചു, പ്രധാനമന്ത്രിയെ കുറിച്ചു. ഇനി 3ാമത്തെ ആളാണ് മന്ത്രിസഭ അല്ലെ. മന്ത്രിസഭയുടെ ചുമതലകൾ എന്തൊക്കെയാ? രാജ്യഭരണം നിർവഹിക്കുക, ദേശീയതയും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും
നീതിന്യായവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഇനി സ്ഥിര കാര്യനിർവഹണ വിഭാഗം ആരാ? നാളെ നിങ്ങൾ ഓരോരുത്തരും സ്ഥിര കാര്യനിർവഹണ വിഭാഗക്കാരാണ് അല്ലെ? ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നത്, നാളെ സംസ്ഥാന ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നത് നിങ്ങൾ ഓരോരുത്തരുമായിരിക്കും. ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ഉദ്യോഗസ്ഥ വൃന്ദമാണ്. മത്സര പരീക്ഷകളിലൂടെയാണ് അല്ലെ? നിങ്ങൾ ഓരോരുത്തരും മത്സര പരീക്ഷയിലൂടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് പരിശീലനം ലഭിക്കുന്നു, നിങ്ങളുടെ കാലാവധിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഓരോ കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നീതിന്യായ, അടുത്ത് നമ്മള് നീതിന്യായ വിഭാഗത്തിലേക്ക് കിടക്കുകയാണ്. കാര്യനിർവഹണ വിഭാഗം അവിടെ ക്ലോസ് ആയി. ഇനി നീതിന്യായ വിഭാഗം നോക്കാം. ഭരണഘടനയുടെ കാവലാളാണ് നീതിന്യായ വിഭാഗം അല്ലെ? ഭരണഘടനയുടെ കാവലാളാണ് നീതിന്യായ വിഭാഗം. നീതിന്യായം എന്താ? കോടതികളാണ് അല്ലെ? നിയമനിർമ്മാണ വിഭാഗത്തെയും കാര്യനിർവഹണ വിഭാഗത്തിന്റെയും ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം. നിയമനിർമ്മാണ വിഭാഗം നമ്മൾ പഠിച്ചില്ലേ? ലോകസഭ, രാജ്യസഭ, പാർലമെന്റ് ഒക്കെ പഠിച്ചില്ലേ? കാര്യനിർവഹണ വിഭാഗം പഠിച്ചില്ലേ? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ. സ്ഥിര വിഭാഗം, സ്ഥിരം എക്സിക്യൂട്ടീവ്, ഇതൊക്കെ പഠിച്ചു അല്ലേ? അപ്പൊ ഇവരെയൊക്കെ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കേണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം. നോക്കൂ മക്കളെ, കീഴ്ക്കോടതി, അതിന്റെ മേലെ ജില്ലാ കോടതി, അതിന്റെ മേലെ ഹൈക്കോടതി, അതിന്റെ മേലെ സുപ്രീം കോടതി. 2025 ഈ അടുത്ത് നടന്ന, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നടന്ന ഒരു എക്സാമിന് ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റൽ ഓപ്ഷൻ ആണ് ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതാ ഇത് നോക്കണം കേട്ടോ. നമ്മുടെ ഇതൊരു ഓപ്ഷൻ വന്നതാണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥയിൽ മുകളിലേക്ക് പോകും തോറും, അതായത് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകും തോറും അധികാരങ്ങൾ, അതായത് കോടതികളുടെ എണ്ണം കുറയുകയും, സുപ്രീം കോടതി ഇന്ത്യയിൽ എത്ര സുപ്രീം കോടതി ഉണ്ട്? 10 സുപ്രീം കോടതി ഉണ്ടോ? ഇല്ല, ഒരൊറ്റ സുപ്രീം കോടതി ഉള്ളൂ അല്ലേ? ഒരൊറ്റ സുപ്രീം കോടതി ഉള്ളൂ. ആണോ? അപ്പൊ മുകളിലേക്ക് പോകും തോറും കോടതികളുടെ എണ്ണം എന്താണ്? കുറയുകയാണ്. അധികാരങ്ങൾ എന്താ? ആർക്കാ ഏറ്റവും കൂടുതൽ അധികാരം? സുപ്രീം കോടതിക്കാണ്. അധികാരങ്ങൾ കൂടുകയും ചെയ്യുന്നു. താഴേക്ക് വരും തോറും കോടതികളുടെ എണ്ണം കൂടുകയും, ഇപ്പൊ നമ്മുടെ ഓരോ ജില്ലയിലും എത്ര കോടതികൾ ഉണ്ടാവും? ഉണ്ട് അല്ലെ? അപ്പൊ താഴേക്ക് വരും തോറും കോടതികളുടെ എണ്ണം കൂടുകയും അധികാരങ്ങൾ അവർക്ക് കുറയുകയും ചെയ്യുന്നു അല്ലെ? അധികാരങ്ങൾ കീഴ്ക്കോടതികൾക്ക് കുറവാണ്, മേൽക്കോടതിക്കാണ് അധികാരം കൂടുതൽ അല്ലെ? അപ്പൊ ഈ ഒരു ഓപ്ഷൻ ചോദിച്ചതാണ്. മേലേക്ക് പോകും തോറും കോടതികളുടെ എണ്ണം കുറയുകയും അധികാരങ്ങൾ കൂടുകയും ചെയ്യുന്നു. താഴേക്ക് വരും തോറും കോടതികളുടെ എണ്ണം കൂടുകയും അധികാരം കുറയുകയും ചെയ്യുന്നു. ഇനി നമുക്ക് സുപ്രീം കോടതിയെ കുറിച്ച് നോക്കാം. 1950 ജനുവരി 28, ഈ ഒരു ഇത് മറക്കരുത് കേട്ടോ, എല്ലാവരും 26 കൊണ്ട് എഴുതി വെക്കും. 1950 ജനുവരി 28 എന്ത് ചെയ്തത്? സുപ്രീം കോടതി നിലവിൽ വന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 65 വയസ്സാണ് വിരമിക്കൽ പ്രായം. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായിട്ട് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ് കേട്ടോ. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായിട്ട് നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ, രാജി സമർപ്പിക്കുന്നതൊക്കെ ആർക്കാ? ആരുടെ മുമ്പിലാകാം? രാഷ്ട്രപതിയുടെ മുമ്പിലാകാൻ. ഈ ഒരു പോയിന്റ് വേറെ പഠിക്കണേ. ഓക്കെ, ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായിട്ട് നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. അതുപോലെ സത്യപ്രതിജ്ഞ, രാജി സമർപ്പിക്കുന്നതൊക്കെ എങ്ങനെയാ? രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ്. ഓക്കെ, ഇനി നിയമതർക്കങ്ങൾക്ക് പരിഹാരം കാണുന്നതും ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവും മൗലികാവകാശങ്ങളുടെ സംരക്ഷകനും ഒക്കെ ആരാണ്? സുപ്രീം കോടതിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ 1950 ജനുവരി 28 നിലവിൽ വന്നു. ആസ്ഥാനം ന്യൂഡൽഹി. വിരമിക്കൽ പ്രായം 65 വയസ്സ്. ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായിട്ട് നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. സത്യപ്രതിജ്ഞയും രാജി സമർപ്പിക്കുന്നതും ഒക്കെ രാഷ്ട്രപതിക്ക് മുമ്പാകെയാണ്. നിയമതർക്കങ്ങൾക്ക് പരിഹാരം കാണുന്നതും ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവും മൗലികാവകാശങ്ങളുടെ സംരക്ഷകനും ഒക്കെ സുപ്രീം കോടതിയാണ്. ഇനി നോക്കാം സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ നോക്കൂ ട്ടോ. 1 ഉത്ഭവാധികാരം, അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. ഈ ഓപ്ഷൻസ് ആദ്യം ഈ ബ്ലൂ കളറിൽ കാണുന്നതൊക്കെ ആദ്യം പഠിച്ചു വെക്കുക കേട്ടോ. ഉത്ഭവാധികാരം, അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം, ഉപദേശക അധികാരം, റിട്ട് അധികാരം, പുനരവലോകന അധികാരം. ഇതൊക്കെ ആരുടെ അധികാരമാണ്? സുപ്രീം കോടതിയുടെ. എന്താ ഉത്ഭവാധികാരം? സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവ അധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ടത് സുപ്രീം കോടതിക്ക് മാത്രമേ
മാത്രമേ അതിന് കഴിയുള്ളൂ കേട്ടോ. ഇനി അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം നമുക്കറിയാം, നമ്മൾ ജില്ലാ കോടതി കൊടുക്കും, അത് കഴിഞ്ഞ് ഹൈക്കോടതിയിലെത്തും, ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തും, സുപ്രീം കോടതിയിലെത്തും അല്ലെ. അങ്ങനെ സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഇനി എന്താ ഉപദേശക അധികാരം? രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചിട്ടും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ അധികാരം ബാധ്യതയുണ്ട്. ഇനി റിട്ട് അധികാരം നമുക്കറിയാം, പൊതുവെ നമ്മുടെ മൗലികാവകാശങ്ങളെ 5 റിട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് കേട്ടോ. പുനരവലോകന അധികാരം ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിലനിൽക്കുന്ന അതിന്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. അപ്പൊ 5 അധികാരങ്ങൾ പഠിക്കുക. ഉത്ഭവാധികാരം, അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം, ഉപദേശകാധികാരം, റിട്ട് അധികാരം, പുനരവലോകന അധികാരം. ഇനി എന്താ നീതിന്യായ പുനരവലോകനം? പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണ് എന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധം എന്ന് പ്രഖ്യാപിക്കാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിന്യായ പുനരവലോകന അധികാരം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഭേദഗതിയൊക്കെ ചെയ്യുന്ന സമയത്ത് വല്ല അർത്ഥത്തിലോ അതിന്റെ വാക്കുകളിലൊക്കെ മിസ്റ്റേക്ക് വന്നാൽ അതിനെ റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്ക് ഉണ്ട്. ഇനി നോക്കാം, പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും. ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങൾക്കായി വിഭജിച്ച് നൽകിയിരിക്കുന്നു. അതൊക്കെ നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാര പ്രയോഗത്തിലെ സന്തുലനവും സാധ്യമാക്കുവാൻ നമ്മുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. നോക്കുക, ബജറ്റ് പരിഗണിക്കൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ് പറയാൻ തുടങ്ങിയതാണ്. നിയമനിർമ്മാണ വിഭാഗവും കാര്യനിർവഹണ വിഭാഗവും നീതിന്യായ വിഭാഗവും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് സ്വതന്ത്രമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇവിടെ നോക്കാം, ബജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ പാർലമെന്റിന് കഴിയും. കണ്ടോ, ബജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ ആർക്ക് സാധിക്കും? പാർലമെന്റിന് കഴിയും. ഓക്കെ, ഇനി പാർലമെന്റിനെ നിയന്ത്രിക്കാൻ വേറെ ആൾ വരും. ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലമാറ്റം പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിന് പാർലമെന്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായിട്ട് നിയന്ത്രിക്കാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാം? പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പൊ ഒരാളെ നിയന്ത്രിക്കുമ്പോൾ മറ്റേയാള് അവരെ തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് നിയന്ത്രിക്കാൻ അധികാരമുണ്ട്. ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യം എന്ന ഭരണ സംവിധാനത്തെയും മൂല്യത്തെയും അതിന്റെ രാഷ്ട്ര സങ്കല്പങ്ങളിൽ ഉറപ്പിക്കുന്നു. അധികാര കേന്ദ്രീകരണം ഒഴിവാക്കുന്നതിനും സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയുന്നതിനും ജനാധിപത്യം പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെന്റിന്റെ അധികാരം 3 ശാഖകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിരിക്കുന്നത്. മനസ്സിലായോ? സ്വതന്ത്ര സമരത്തിന്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളും ദർശനങ്ങളും വ്യവസ്ഥാപിതമാക്കാനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റിന്റെ ശാഖകളിലൂടെ നമുക്ക് രാഷ്ട്രം നടപ്പിലാക്കുന്നത്. എന്തിനാണ് ഈ 3 പേരെ ഒന്നിച്ചു നിർത്തിയിരിക്കുന്നത്? അല്ലെങ്കിൽ അഴിമതിയും അല്ലെ സ്വേച്ഛാധിപത്യ ഭരണം അവർ കാഴ്ചവെക്കും അല്ലേ. അപ്പൊ ഇവിടെ പാർലമെന്റ് സ്വേച്ഛാധിപത്യ ഭരണം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചാൽ അവിടെ കോടതി ഇടപെടും. മനസ്സിലാകുന്നുണ്ടോ? അതേപോലെ ഈ പാർലമെന്റിൽ എന്ത് കാര്യങ്ങളും നടക്കണമെങ്കിൽ കാര്യനിർവഹണ വിഭാഗം അവിടെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ. അങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? സ്വേച്ഛാധിപത്യ പ്രവണതകൾ തടയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ക്ലാസ് നമ്മുടെ ജനാധിപത്യം അല്ലെ, എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ലെസൺ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് 2 ക്ലാസ് കൊണ്ട്. ഇനി മക്കളെ, ഞാൻ ഒരു വരി പോലും അതിലത്തെ നിങ്ങൾക്ക് തരാതിരുന്നിട്ടില്ല കേട്ടോ. ഒരു വരി പോലും വായിച്ചാൽ കിട്ടില്ല പുതിയ ആൻസർ കേട്ടോ. ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തന്നിട്ടുണ്ട്. നന്നായിട്ട് ഈ ലെസൺ പഠിച്ചു മാറ്റുക കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയും വരുന്ന എക്സാമിനൊക്കെ ഇതുന്നായിരിക്കും നല്ല രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദ്യങ്ങൾ വരുന്നത്. എല്ലാം മരിച്ചു പെറുക്കി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ടെലിഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യട്ടോ മക്കളെ. ആരും ജോയിൻ ചെയ്യാനൊക്കെ മടിക്കുകയാണ്, നിങ്ങൾ പൈസയൊന്നും തരണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ലെസണുമായിട്ട് വീണ്ടും കാണാം. ഇനി ഞാൻ പറയുകയാണ്, ഇനി നമുക്ക് 2-3 ലെസൺ ക്ലാസ്സുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കട്ടെ. ഓരോരോ ഇടയിലിട്ടോ ഓരോ ദിവസങ്ങളിലൊക്കെ 2-3 ക്ലാസ്സുകൾ വരും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും എടുക്കായിരുന്നു. എന്നിട്ട് അതുമായി അനുബന്ധ വിവരങ്ങൾ പഠിച്ച് അടുത്ത ദിവസം 10 ക്വസ്റ്റ്യൻ, അങ്ങനെ ബാക്കി പഠിച്ച് നമുക്ക് മാറ്റാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.